സിനിമാ മേഖലയിലുള്ളവർ പറയുകയാണ്, നിങ്ങൾ സിനിമാ മേഖലയെ തകർക്കരുത്. മാധ്യമങ്ങളോടാണ് അഭ്യർത്ഥന പലരും നടത്തുന്നത്. മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു, പരാതിക്കാരുടെ അല്ലെങ്കിൽ അത് തുറന്നു പറയാൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർ പരിഭ്രമിച്ചു പോകുന്നത് സിനിമാ മേഖല തകർന്നു പോകുമോ എന്നതാണ്. ഇത്തരം അനഭിലഷണീയമായ പ്രവണതകൾ പതിറ്റാണ്ടുകളായി തുടരുന്ന ഇടത്ത് ആളുകൾ ഇപ്പോഴും മാധ്യമങ്ങളെയാണ് അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. ഇത്തരം പ്രവണതകൾ തടയാതെ ഇനിയും മുന്നോട്ട് പോയാലാണ് സിനിമാ മേഖല, ആ തൊഴിലിടം നശിക്കുക എന്ന തിരിച്ചറിവ് എന്തുകൊണ്ടാണ് പ്രമുഖ നടന്മാർക്കുൾപ്പെടെ ഇല്ലാതെ പോകുന്നത്? അതെ, പ്രമുഖ നടന്മാരുടെ തെറ്റിദ്ധാരണയാണ്. സിനിമാ മേഖല അങ്ങനെയൊന്നും തകരുന്നതല്ല. അതായത് ഈ ഒരു പ്രവണത ഇപ്പൊ ഈ 2024 ഈ ഒരു മാസങ്ങളിൽ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു വശം, ഇത് എത്രയോ മുന്നേ, വർഷങ്ങൾക്ക് മുൻപ് സംഭവിക്കേണ്ടതായിരുന്നു. അന്നൊന്നും അതിനുള്ള ഒരു ആർജവം മലയാള സിനിമാ നടികൾ അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്നവർ കാണിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അവരൊരു പക്ഷെ അതിന് മുന്നിലോട്ട് വരാതിരുന്നത് അവരുടെ കുടുംബം, അവരുടെ കരിയർ എല്ലാം നോക്കിയിട്ടായിരിക്കാം. അന്നത് അവരുടെ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ശരിയും തെറ്റും ആപേക്ഷികമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഇപ്പോ നവ നടികളുടെ തുറന്നു പറച്ചിൽ ഏറ്റവും അനിവാര്യമായ ഒരു സമയത്ത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് മലയാള സിനിമ നീങ്ങുന്ന ഒരു സാഹചര്യം വരാനായിട്ട് ഇടയുണ്ടായിരുന്നു. അപ്പോ ഇതിപ്പോ കുറച്ചു കാലങ്ങളായിട്ട് നടിയുടെ ആക്രമണം തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് തൊട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ നടിമാർക്കുണ്ടായുള്ള ഒരു ആർജവം, അത് കുറെ മുന്നേ ഉണ്ടാവേണ്ട ആർജവം വളരെ വൈകി വന്നതാണ്. എപ്പോ വന്നാലും എപ്പോഴും ഒരു തിരുത്ത് ആവശ്യമുള്ള ഒരു സമീപകാല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ തിരുത്ത് വളരെ അനുയോജ്യമായ ഒരു സമയത്ത് വന്നു ചേർന്നത് കൊണ്ട് തന്നെ ഏതൊരു നടന്മാരോ അല്ലെങ്കിൽ സിനിമാ ഫീൽഡിൽ മികച്ചു നിൽക്കുന്ന ആരും തന്നെ ഇതിനെ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. തങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴാണെങ്കിലും ഇത് കുറെ മുമ്പ് വരേണ്ടത് കുറച്ച് വൈകി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പുള്ള നടിമാരുടെ ആർജവക്കുറവ് മൂലം പറയാൻ അവർക്ക് കഴിയാതിരുന്നതാവാം. അവർ സിനിമാ ഫീൽഡിൽ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവർക്ക് പല കാരണങ്ങളാലും, സിനിമയുടെ അവസരം നഷ്ടപ്പെടുമോ, തന്റെ കരിയർ ഇല്ലാതാവുമോ, തനിക്കും കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് ഉണ്ടാവുന്ന വിങ്ങലുകൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മാറി നിന്നതായിരിക്കാം അവര്. അപ്പൊ ഇവരുടെ നമ്മുടെ ഇപ്പോ വന്നിരിക്കുന്ന നടിമാരുടെ ഭർത്താക്കന്മാരുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയിട്ടാണ് അവര് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അത് സ്ത്രീയെ കൂടെ ചേർത്ത് പിടിക്കുന്ന പുരുഷനുണ്ട് എന്നുള്ളതിന് മറ്റൊരു തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നടന്മാരും ഇതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. തങ്ങളുടെ ഭാഗം വളരെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ പേടിക്കേണ്ടതില്ല. സത്യസന്ധമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്ക് യാതൊരു പേടിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് അത്തരത്തിലുള്ള സിനിമാ ഫീൽഡിന്റെ മാധ്യമ സിൻഡിക്കേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു ഉപയോഗപ്രദമായ സമയമായിട്ടോ ഒന്നും ഇതിനെ കാണേണ്ടതില്ല. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായ അവസ്ഥയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായ ഒരു സമയത്ത് ഇപ്പോഴല്ല ഇത് പറയേണ്ടത്. അപ്പൊ അത് പറയേണ്ട സമയം എപ്പോഴാണോ, അല്ലെങ്കിൽ അതിന്റെ പരാതികളും കാര്യങ്ങളും പോയിട്ടുണ്ട്, അതിന്റെ അന്വേഷണങ്ങൾ വന്ന് അതിന്റെ റിപ്പോർട്ട് വരും. അപ്പൊ മാത്രമേ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതുള്ളൂ. ഇപ്പോ നമ്മൾ പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച് ആ വ്യക്തിയുടെ ആർജവം ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോ നടക്കുന്ന ഈ ഒരു പുതിയ പ്രവണത. അതായത് ആ ധൈര്യം അവർക്ക് കിട്ടിയിട്ടുള്ള തുറന്നു പറയാനുള്ള ധൈര്യം, തുറന്നു പറച്ചിലുകളിൽ മുഖം നഷ്ടപ്പെടുന്നതും ഒരുപക്ഷെ തൊഴിൽ ഭീഷണി ഉണ്ടെങ്കിൽ അതും നഷ്ടമാകുന്നത് കുറ്റം ചെയ്തവർക്ക് മാത്രമായിരിക്കും എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. സംഗീത, ഇവിടെ